ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തമ്പനയിലിൽ കണ്ട പോലെ പോലീസ് ഡ്രൈവറിൻ്റെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒത്തിരി ആളുകൾ ചോദിച്ചാണ് ഇതിൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റായിട്ടും അതേപോലെ തന്നെ മെസ്സേജായിട്ടും ഒക്കെ അയച്ചതാണ്. പക്ഷേ അത് ചെയ്തില്ലായിരുന്നു. കാരണം ഈ കട്ട് ഓഫ് വീഡിയോ നമുക്ക് ഒന്നാമത്തെ PSCയുടെ കാര്യമാണ്. ഇപ്പോൾ ഓരോ ലിസ്റ്റ് വരുമ്പോൾ തന്നെ നേരത്തെ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം റേഞ്ച് പോലും കട്ട് ഓഫ് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇപ്പം പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവറൊക്കെ സിലബസ് ചേഞ്ച് കൂടെ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വരും എന്നുള്ള കാര്യം പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസവും ഒക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാഞ്ഞത്. പക്ഷെ ഒത്തിരി ആളുകൾ വീണ്ടും ഇതേപോലെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ പ്രസിദ്ധീകരിക്കും, അതിനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതൊരിതോടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഇതിനെപ്പറ്റി തിരക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ച്. അപ്പോൾ അവർ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം തീരുമാനമായി. അതുകൊണ്ട് തന്നെ 2 മാസത്തിനകം ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. 1 മാസം കഴിയുന്നതോടെ തന്നെ നമ്മുടെ പ്രൊഫൈൽ മെസ്സേജസ് വന്നു തുടങ്ങും. അപ്പം നമുക്ക് ഇതിനു മുന്നേ നടന്ന ഫയർമാൻ, പുതിയ സിലബസിൽ ആദ്യമായിട്ട് നടന്ന എക്സാമാണ് ഫയർമാൻ ഡ്രൈവർ. ആ ഡ്രൈവർ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ആ ഷോർട്ട് ലിസ്റ്റ് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പോലീസ് ഡ്രൈവറിൻ്റെ കട്ട് ഓഫ് എത്ര വരുമെന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിന് ഉറപ്പൊന്നുമില്ല. ഈ ഒരു റേഞ്ചിൽ പോലും ചിലപ്പം കട്ട് ഓഫ് വന്നില്ലെന്നും വരാം. അത് ആദ്യം തന്നെ പറഞ്ഞേക്കുവാണ്. ഏകദേശം നമ്മൾ ഓരോന്നും നോക്കിയിട്ട് ഓരോ അനലറ്റിക് ചെയ്തിട്ട് കട്ട് ഓഫിൻ്റെ ഒരു സാധ്യത മാത്രമാണ് പറയുന്നത്. അപ്പം അതിൻ്റേതായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഇപ്പം നമ്മളൊരു കട്ട് ഓഫ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറയാൻ മേലെന്നില്ല, അതിൽ കൂടാൻ മേലെന്നില്ല. അപ്പോൾ ഒരു റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എക്സാക്റ്റായിട്ട് ആരും കരുതണ്ട. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റുകളും ഈ ഡ്രൈവർ പരീക്ഷയായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് വീഡിയോ പെട്ടെന്ന് ചെയ്യാനായിട്ട് തിരക്കുകളുടെ ഇടയ്ക്ക് സാധിക്കുന്നു വരില്ല. അതുകൊണ്ടാണ് ഈ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴൊന്നും വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. നമ്മുടെ എക്സാം കഴിഞ്ഞ് പോലീസ് ഡ്രൈവറിൻ്റെ മോക്ക് ടെസ്റ്റാണ് അവസാനം ഇട്ടത്. ഇനി പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം പുതിയ പോസ്റ്റുകൾ വരുമ്പോഴും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എപ്പോഴും വീഡിയോ ചെയ്യാനായിട്ട് തിരക്കുകൾ കാരണം സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്തിരിക്കുന്നത്, ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ വരുന്ന ഷോർട്ട് ലിസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാതെ ഞാൻ ആ കണ്ടൻറ്റുകൾ അതിനകത്തോട്ട് ഇടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ അറിയും. അത് പെട്ടെന്ന് തന്നെ ഇട്ട് തരാനായിട്ട് പറ്റും. നിങ്ങൾ വീഡിയോസ് ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ഇട്ട് തരാം. അപ്പം ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. അപ്പം ആ ഒരു ടെലിഗ്രാം ചാനലിലൂടെ എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ കോപ്പറേറ്റീവ് പരീക്ഷ, ഡ്രൈവർ പരീക്ഷയുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടെ തരാം. അപ്പം ടെലിഗ്രാം ചാനലിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഏറ്റവും അവസാനം വന്ന ഫയർമാൻ ഡ്രൈവറിൻ്റെ കട്ട് ഓഫാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഏകദേശം ഈ സെമിലർ ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഏറ്റവും അവസാനം വന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ്. നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ സിലബസാണ്. ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രം കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. 1 മാസത്തെ വ്യത്യാസം നടന്ന എക്സാമാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫയർമാൻ ഡ്രൈവിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴത്തേന് അതിനകത്ത് 357 ആളുകളെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ തവണ ഏകദേശം 1000 പേരടുത്ത് ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. 1000 പേര് ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു. ഇത്തവണയായപ്പോൾ അത് 357 ആയി. അപ്പം ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതായത് 1/3 ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ എണ്ണം എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം അഡ്വൈസ് പോയിരിക്കുന്നത് 155 അഡ്വൈസാണ്. 155 അഡ്വൈസ്. അപ്പോൾ ഈ അഡ്വൈസ് 155 അഡ്വൈസുകൾ പോയി. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഏകദേശം 310 വരുമല്ലോ. 310 റേഞ്ചിലാണ് ഇതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത്. അപ്പം അഡ്വൈസ് പോകുന്നതിൻ്റെ ഇരട്ടി, അതിലും കുറച്ചുകൂടെ കൂടുതൽ ആളുകളെയാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് ഈ ഫിസിക്കലൊക്കെ കഴിയുമ്പോൾ പകുതി പേര് പോകും എന്നുള്ള കണക്കിൽ കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര പേരെടുത്തോ അതിൻ്റെ ഡബിളും കുറച്ച് കൂടുതലും ആളുകളെയാണ് എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ ഇപ്പം 1024 അഡ്വൈസാണ് പോയേക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇത് 1 വർഷത്തെ ലിസ്റ്റ് അല്ലായിരുന്നു, 3 വർഷത്തെ ലിസ്റ്റാണ്. അപ്പോൾ ഇനി തൊട്ട് 1 വർഷം ലിസ്റ്റ് വരുമ്പം ഇതിനെ 3 ആയിട്ട് ഭാഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം 342
നിയമനം 1 വർഷം പോകാനായിട്ടുള്ള സാധ്യത. ഇപ്പോൾ ഇവരും ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതിന് മുന്നേ പഴയ ലിസ്റ്റാണ് കമ്പയർ ചെയ്യുന്നത്, എത്ര നിയമനം പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഒരു 3 ഇയറിന് 1 ഇയർ ആക്കുമ്പോൾ 342, ഏകദേശം 342 അഡ്വൈസ് പോകും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഇതിൽ ഇരട്ടി ആളുകളെ ഇടണം. അപ്പം 684 ആളുകളെ ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇച്ചിരിയും കൂടെ കൂടുതലിട്ടാൽ ഏകദേശം 700 പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് കരുതാം. ഇവിടെ 357 പേര്, 400 പേരാണെങ്കിൽ ഇവിടെ 700 പേരെ ഉൾപ്പെടുത്താനായിട്ടുള്ള സാധ്യത. അല്ലെങ്കിൽ എല്ലാ തവണയും ഫയർമാൻ ഡ്രൈവറിനേക്കാളും ഇരട്ടി ആളുകളെ പോലീസ് ഡ്രൈവറിൻ്റെ ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേന് കൂടുതലായിട്ട് ഉള്ള അഡ്വൈസുകൾ പോകാൻ സാധ്യതയും നമ്മുടെ പോലീസ് ഡ്രൈവറിനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ എടുക്കും. അപ്പം 400ഉം 700ഉം തമ്മിലൊരു 300ൻ്റെ വ്യത്യാസം അവിടെ തന്നെ വരുന്നുണ്ട്. അപ്പം തന്നെ അതിൻ്റെ കട്ട് ഓഫുമായിട്ട് നമ്മുടെ കട്ട് ഓഫ് ഒന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ കുറയാനായിട്ടുള്ള സാധ്യത, അതായത് കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ കട്ട് ഓഫ് കുറയുമല്ലോ. ഏകദേശം ഒരു 4 മാർക്കെങ്കിലും ഇതിൻ്റെ കട്ട് ഓഫിനേക്കാളും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഫയർമാൻ ഡ്രൈവറിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? 56.67 ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ചാൽ ഏകദേശം 4 കുറച്ച് ഒരു 52, 53 റേഞ്ചിലോട്ടൊക്കെ കട്ട് ഓഫ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നിയമനം വെച്ചിട്ട് ഉള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ആൾക്കാർ കൂടിയത് കൊണ്ട് ഒരു 52, 53 റേഞ്ചിലോട്ട് കട്ട് ഓഫ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എക്സാമാണ്. പോലീസ് ഡ്രൈവർ, ഫയർ ഡ്രൈവർ എക്സാമിൻ്റെ എങ്ങനെയിരുന്നു, അതിൻ്റെ ഏതായിരുന്നു പാട്. ഇപ്പം കോമൺലി ഫയർമാൻ ഡ്രൈവറിനേക്കാളും ഫയർമാൻ എക്സാമിനേക്കാളും എപ്പോഴും പോലീസ് എക്സാംസ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുമ്പോഴത്തേന് ഈ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് 1-2 തവണ പുസ്തകം വായിച്ചാൽ കിട്ടും. പക്ഷേ പോലീസ് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സെക്ഷൻ നമ്പറുകളൊക്കെ കാണാതെ പഠിക്കേണ്ടത് കൊണ്ടും കൂടുതൽ പഠിക്കാനുള്ളത് കൊണ്ടും ഫയർമാൻ ചെറിയ സ്പെഷ്യൽ ടോപ്പിക്കാണെങ്കിൽ പോലീസ് ഡ്രൈവറിന് വലിയ സ്പെഷ്യൽ ടോപ്പിക്കാണ് കുറച്ചുകൂടെ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പാട് പരീക്ഷകളിലും വരും. ഇത്തവണത്തെ പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം എടുത്താൽ സ്പെഷ്യൽ ടോപ്പിക്ക് കട്ടിയായിരുന്നു, ഈ നിയമത്തിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കട്ടിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് പാർട്ടിലോട്ട് വരുമ്പോഴും കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവറിൽ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കുറച്ചുകൂടെ നമ്മുടെ ഫയർമാൻ ഡ്രൈവറിൽ സെക്ഷനൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു, സെക്ഷനും റൂള് നമ്പരൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പോലീസ് ഡ്രൈവറിലോട്ട് വന്നപ്പം സെക്ഷനും റൂളിൻ്റെ നമ്പരൊക്കെ ചോദിച്ചു. അതുകൊണ്ട് തന്നെ കുറച്ച് മാർക്കുകൾ അവിടെയും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. GK 2ലും GK മാത്സും ഒക്കെ 2ലും ഏകദേശം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം എക്സാമിൻ്റെ ഡിഫിക്കൽട്ട് നോക്കിയാലും പോലീസ് ഡ്രൈവർ കുറച്ചുകൂടെ പാടായിരുന്നു, ഫയർമാൻ ഡ്രൈവറിനെ വെച്ച് കോമൺലി നോക്കുമ്പോൾ പാടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും കട്ട് ഓഫ് കുറയും. ഇപ്പം നമ്മൾ പറഞ്ഞ റേഞ്ച് 52 കട്ട് ഓഫ്. അപ്പോൾ അതിലും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു അനലറ്റിക് വെച്ചാണ് പറഞ്ഞത്. എത്രത്തോളം അത് കൃത്യമാകണമെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കിയാൽ അത് ഒരു 45 മുതൽ ഒരു 52 വരെയൊക്കെ പോകാം. വേണമെങ്കിൽ 45ൻ്റെ താഴോട്ടും കട്ട് ഓഫ് പോകാം. കൂടുതൽ ആളുകളെ അതിലും കൂടുതൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 45നും താഴോട്ട് കട്ട് ഓഫ് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു റേഞ്ചായിട്ട് പറയുന്നത് 45നും 52നും ഇടയിലുള്ള ഒരു കട്ട് ഓഫാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ഫയർമാൻ ഡ്രൈവറിനേക്കാളും കട്ട് ഓഫ് ഒരിക്കലും കൂടുതൽ വരുമെന്ന് തോന്നുന്നില്ല, അത് ഏകദേശം ഉറപ്പാണ്. ഫയർമാൻ ഡ്രൈവറിൻ്റെ കട്ട് ഓഫ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 45 മുതൽ 52 വരെയാണ്. എന്ന് വെച്ചാൽ 45 വരെ പോകാനുള്ള, അതിനും താഴോട്ട് 40 വരെയൊക്കെ വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കട്ട് ഓഫിനെ പറ്റിയിട്ടുള്ള പ്രവചനം. അപ്പം ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒത്തിരി ആളുകളുണ്ടാകാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഒത്തിരി തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് ആ കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇടാത്തത്. അപ്പം ഒത്തിരി വേറെ നിർബന്ധം കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇത് എത്രത്തോളം കൃത്യമാണെന്ന് ഇല്ല. ഇത് നമ്മുടെ ഈ ഒരു കട്ട് ഓഫിൻ്റെ പ്രവചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഇപ്പം നമുക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മളിപ്പം കട്ട് ഓഫിൽ വരത്തില്ല എന്നിപ്പം 45 കട്ട് ഓഫ് വരത്തില്ലെന്ന് പ്രതീക്ഷിച്ച് ഒരു 48 മാർക്കൊക്കെ ഉള്ള ഒരാൾ പുള്ളി ഉദ്ദേശിക്കുന്ന ഈ ഒരു 55-56 കട്ട് ഓഫ് ആകുമെന്ന് വെച്ചിരുന്നു. ഇനി എങ്ങാനും 45 കട്ട് ഓഫ് വരുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഫിസിക്കലോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമോ? ഈ പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഇച്ചിരി ശരീരമൊക്കെ ഉള്ള ആളാണെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പം നമ്മുടെ കൈ കിട്ടിയൊരു സാധനം പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മളിപ്പം
48 ഉള്ളവൻ പഠിച്ചില്ല, 48 കൂടുതൽ കട്ട് ഓഫ് വന്നെന്ന് വെച്ചു, നമ്മൾ ഓടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ പൈസ കൊടുത്ത് എന്തെങ്കിലും ചേരണമെന്നല്ല പറയുന്നത്, പൈസ കൊടുക്കാതെ നമുക്ക് ഓടുക, ചാടുക, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ രാവിലെയും വൈകുന്നേരമൊക്കെ സമയമുള്ളതനുസരിച്ച്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരാനില്ല, നമ്മുടെ ആരോഗ്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് കരുതണ്ട. അപ്പം വിശ്വസിച്ച് നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് വിശ്വാസമുള്ളവർക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പം അതിലും കൂടുതലാണ് കട്ട് ഓഫ് വരുന്നതെന്നാണ് കൂടുതൽ ആളുകളുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തോന്നുന്നവർക്ക് അതിനനുസരിച്ചും അവരുടെ സമയം കളയേണ്ട, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറാത്തവരൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ഡ്രൈവർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ഒത്തിരി മാർക്ക് കുറവുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം തന്നെ വരും. കാരണം ഒരു വർഷം ലിസ്റ്റാണ്, അതുകൊണ്ട് ഈ വർഷം അവസാനമൊക്കെ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങും. അപ്പം അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോങ് ടൈം ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. അപ്പം അതിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ചാനലിൽ കയറുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.